യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്കുന്നവൻ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നും എന്നേക്കും പരിപാലിക്കും. എന്താണോ മരുത്? എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ വട്ടാകുന്ന ഞാൻ ജോമോളുടെ അവിടെ ഒന്ന് പോയിട്ട് എടുക്കാൻ. എന്റെ പൊന്നു യോനി, നീ ആ മരുന്നൊക്കെ സമയത്ത് കഴിച്ച് കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേ, എന്നിട്ട് അത് പുറത്തോട്ടുള്ള സർക്കില്. അമ്മയുടെ എത്ര വർഷം പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. നിങ്ങൾക്ക് ഈ മരുന്ന് തന്നിട്ടാണ് എനിക്ക് വട്ടാകുന്നത്. ഞാൻ എന്തായാലും പോകും. പഴയ പോലെയല്ല, നിന്റെ പുറകെ നടക്കാൻ ഇവിടെ ആരുമില്ല. നീ ഒന്ന് പറയുന്നത് കേട്ടു യോനെ. അമ്മ, എനിക്ക് കുറച്ച് കാശ് വേണം. ഞാൻ പോവെന്ന് പറഞ്ഞാൽ പോവും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ ഈ കാശൊന്നുമില്ല. അമ്മയുടെ കാശ് എനിക്ക് വേണ്ട. എന്റെ ഡാഡിയുടെയൊക്കെ കാശ് മതി എനിക്ക്. ഞാൻ നോക്കിട്ട് കിട്ടുമെന്ന്. നീ ഇങ്ങനെ തുടങ്ങിയ ഞാൻ ആശുപത്രി വിളിച്ച് പറയേ. അവിടെ നാടുകൊന്നും നിനക്കറിയാലോ. ഹലോ 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 പോലീസ് സ്റ്റേഷനല്ലേ? ഹലോ, ഇതാരാ വിളിക്കുന്നേ? ഇത് ആറാമ്പളവ് വീട്ടിൽ നിന്ന്. നിങ്ങൾ കരയാതെ കാര്യം പറയൂ. സാറേ, ഒന്ന് ഇവിടെ വരെ വരണം. എന്റെ മോന് വട്ടിളകി. അവൻ എന്നെ ഉപദ്രവിക്കും സാറേ. ശരി ശരി ശരി, ഞാനിപ്പോൾ വരാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങി കേട്ടോ. ശരി ശരി, ഇതാ വരുന്നു. ഇവിടെ നിന്നാണോ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? അതെ സാർ, ഞാനാ വിളിച്ചത്. എന്താ? ജോമോന് മാനസികമായിട്ട് പ്രശ്നമൊക്കെ ഉള്ളതാണ് സാർ. കഥ കടച്ചോ മുറി കയറി ഇരിക്കുകയാണ്. ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കാൻ ചെന്നാണ് സാർ. അപ്പോഴേക്കും അവൻ എന്നെ ഒരുപാട് അടിച്ചു സാറേ. ഇരുമ്പുപൊടിയായിട്ട് എന്നെ പെരക്ക് ചുറ്റും ഓടിച്ചിടായിരുന്നു. അത് കാരണം പേടിച്ച് വിളിച്ചതാണ് സാറേ. ഈ അയൽവക്കത്തുനിന്ന് ആരും ഇല്ലേ? അയൽവക്കത്തുകാർ ആരും വരില്ല സാറേ. ഇവന്റെ സ്വഭാവം കൊണ്ട് ആരും വരില്ല പേടിച്ചിട്ട്. വാ. സാറ് ഒറ്റക്കാണോ വന്നത്? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് വേറെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വയ്ക്കുക. ഞാൻ ഓർത്ത് നിങ്ങൾ 3-4 പേരെങ്കിലും ഉണ്ടാവുമെന്ന്. ഈ വഴിയല്ലേ? സാറേ, ഞാൻ മുൻവശത്തൂടെ കയറി നോക്കട്ടെ. ഇവിടെ വേറെ ജോലിക്കാരൊന്നുമില്ലേ? അവരൊക്കെ 6 മണിയാകുമ്പോഴേ പോകും. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കൂടെ ആരെങ്കിലുമൊക്കെ നിർത്തണ്ടേ? അതും ഇങ്ങനെ സ്വഭാവമുള്ള ഒരാൾ വീട്ടിലുള്ളപ്പോൾ. ആ മുറിയിലാണ് സാറേ. ഇതകത്തുനിന്ന് അടച്ചേക്കാണോ? ആയിരിക്കും. സാറൊന്ന് വിളിച്ചു നോക്ക്. എന്താ ഒരു പേര്? ജോമോൻ. ജോമോനെ, ലൈറ്റ് പോയല്ലോ. ഇയാളകത്തുനിന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതെങ്കിലും ആയിരിക്കും. ഇവിടെ മിക്കപ്പോഴും കറണ്ട് പോക്ക് ഉള്ളതാണ് സാറേ. ഡോറും ക്ലോസ് ചെയ്തിട്ട് ഉറങ്ങിപ്പോയതാണെങ്കിലോ? ഉറക്കമില്ലാത്തതാണ് അവൻ്റെ മെയിൻ പ്രശ്നം. അല്ല, വരുന്നില്ലേ? എന്നെ കണ്ടാവും വയലന്റ് ആവും സാറേ. സാറൊന്ന് കയറി നോക്ക്.
ജോമോനെ, കളിക്കല്ലേ ജോമോനെ, ഇറങ്ങി വാ ജോമോനെ. ഹലോ, ഇതാരെങ്കിലും അടുത്തത് തുറക്കണ്ട. ഹലോ, ഹലോ, അതെ തുറക്കണ്ട. അതെ തുറന്നേ, തുറക്ക്, തുറക്കോ. ഹലോ, നിങ്ങൾ എന്തിനാണ് ആ ഡോർ ക്ലോസ് ചെയ്തിട്ട് പോയത്? മനുഷ്യ പേടിപ്പിക്കാനായിട്ട്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇത് ആറാമ്പളവ് വീട്ടിൽ നിന്ന്, താഴെയുള്ള വീട്ടിൽ നിന്ന്. സാറേ, ഒന്ന് ഇവിടെ വരെ വരണം. എൻ്റെ മോന് വട്ടിളകി, അവൻ്റെ ഉപദ്രവിക്കും സാറേ, ഞാൻ പറഞ്ഞു. എനിക്ക്
ഭ്രാന്തില്ലാന്നല്ലേ പറഞ്ഞാലും മനസ്സിലായില്ല അമ്മയ്ക്ക്. എനിക്ക് ഭ്രാന്തില്ലാന്നല്ലേ പറഞ്ഞ. എനിക്ക് ഭ്രാന്തില്ല അമ്മേ. അമ്മ എനിക്ക് ഭ്രാന്തില്ല. എടാ ജോമനെ ഇറങ്ങി വാ. ജോമനെ ഹലോ ഹലോ പോലീസ് സ്റ്റേഷനല്ലേ?